കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. എ ടി ഉമ്മറിന്റെ സംഗീത ജീവിതം, എ ടി ഉമ്മറിന്റെ ഗാനങ്ങൾ. ചന്ദനക്കുറിയിട്ട ചന്ദ്രലേഖേ നിന്നെ ചന്ദന പല്ലക്കിൽ ഏറ്റിടട്ടെ. ഡോക്ടർ ബാലകൃഷ്ണന്റെ രചനയിൽ കോളേജ് ഗേളിലെ ഗാനങ്ങൾ. ചന്ദനക്കുറിയിട്ട ചന്ദ്രലേഖേ നിന്നെ ചന്ദന പല്ലക്കിലേറ്റിടട്ടെ. സിന്ദൂരമേഘങ്ങളുമ്മ വയ്ക്കും എന്റെ വിണ്ണിലെ വീട്ടിൽ ഞാൻ കൊണ്ടുപോട്ടെ. ചന്ദനക്കുറിയിട്ട ചന്ദ്രലേഖേ. 75-76 വർഷങ്ങളിൽ എ ടി ഉമ്മർ ഏറെ സജീവമായി. ചീഫ് ഗസ്റ്റ് എന്ന ചിത്രത്തിൽ ONV കുറിപ്പിനൊപ്പം എസ് ജാനകി പാടിയ ഒരു പാട്ടുണ്ട് ഈ ചിത്രത്തിൽ. അതാണ് നല്ല പാട്ട് മധുമക്ഷികെ. എസ് ജാനകി നല്ല സോങ്സ് എല്ലാം ചെയ്തു എ ടി ഉമ്മർ. വരികൾക്ക് അർത്ഥം അറിഞ്ഞ് ട്യൂൺ കൊടുക്കുന്ന പതിവൊന്നും പലർക്കും ഇല്ല. ഇക്കാര്യത്തിൽ എ ടി ഉമ്മർ വളരെ നിർബന്ധം പിടിച്ചിരുന്ന ഒരാളാണ്. സംഗീത നിരൂപകനായ രവി മേനോന്റെ കേട്ടറിവ്. ചീഫ് ഗസ്റ്റ് എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മധുമക്ഷികെ ഒരു ഗാനം കമ്പോസ് ചെയ്തത്. അത് ONV എഴുതിയ പാട്ടാണ്. അപ്പൊ ഈ മധുമക്ഷികെ എന്നൊരു വേർഡ് കേട്ടപ്പോ അദ്ദേഹത്തിന് സംശയം തോന്നി, എന്താണ് ഈ വേർഡ്, എന്താണ് ഇതിന്റെ അർത്ഥം. ഇതൊക്കെ കംപ്ലീറ്റ് ONV സാറിന്റെ അടുത്ത് നിന്ന് അറിഞ്ഞ ശേഷമാണ് കമ്പോസ് ചെയ്തത്. വേറൊരു തമാശ എന്താ വെച്ചാല്, ഇതിന്റെ ഈ പ്രൊഡ്യൂസർ, ഈ ഫിലിമിന്റെ പ്രൊഡ്യൂസർക്ക് ഈ പദം അത്ര രസിച്ചില്ല. ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത ഒരു വാക്കുകൊണ്ട് എങ്ങനെയാണ് ഇത് ഈ ഒരു സിനിമാ പാട്ട് തുടങ്ങുന്നത് സംശയമായിരുന്നു. ഇത് ഹിറ്റാവുമോ, അപ്പോ ഇത് മാറ്റണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മറും ONV സാറും പറഞ്ഞു ഇത് പറ്റില്ല, ഈ വാക്ക് ഇതിന് യോജിക്കുന്ന വാക്ക്, ഇത് മാറ്റുന്ന പ്രശ്നമില്ലെന്ന്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ അരമണിക്കൂറോളം വാഗ്വാദം നടന്ന ശേഷം അവസാനം പ്രൊഡ്യൂസർ സമ്മതിക്കുകയാണ് ഉണ്ടായത്. അതേ വർഷം ആരണ്യകാണ്ഡത്തിലെ ഗാനങ്ങൾ. ഈ വഴിയും ഈ മരത്തണലും പൂവണി മരതക പുൽമെത്തയും കൽപ്പനയെ പുറകോട്ടു ക്ഷണിക്കുന്നു. കഴിഞ്ഞ രംഗങ്ങൾ തെളിയുന്നു. ഈ വഴിയും ഈ മരത്തണലും പൂവണി മരതക പുൽമെത്തയും കൽപ്പനയെ പുറകോട്ടു ക്ഷണിക്കുന്നു. കഴിഞ്ഞ രംഗങ്ങൾ തെളിയുന്നു. ഇടവപ്പാതിയിൽ കുടയില്ലാതെ ഇലഞ്ഞി മരച്ചോട്ടിലിരുന്നു നമ്മൾ, പണ്ടിരുന്നു നമ്മൾ. കുടവുമായി വന്ന വർഷമേഘ സുന്ദരി കുളിപ്പിച്ചു നമ്മെ കുളിപ്പിച്ചു. ഈ വഴിയും ഈ മരത്തണലും പൂവണി മരതക പുൽമെത്തയും
കൽപ്പനയെ പുറകോട്ടു ക്ഷണിക്കുന്നു, കഴിഞ്ഞ രംഗങ്ങൾ തെളിയുന്നു. കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരിയുമായി സഹകരിക്കുന്നു. മാനസ വീണയിൽ നീയൊന്നു തൊട്ടു, മണിനാദ മന്ദാരം പൂവിട്ടു, തന്ത്രികൾക്കെല്ലാം ഒരേയൊരു താളം, ഒരേയൊരു രാഗം, അനുരാഗം. ശ്രീ A.T. ഉമ്മറിന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹം സംഗീത ചക്രവാളങ്ങളെ കീഴടക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. യൂസഫ് അലി കേച്ചേരി. നല്ല സംഗീതമായിരുന്നു. ഞാനും അദ്ദേഹം കൂടി 2 or 3 മലയാള പടങ്ങൾക്ക് ഗാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിട്ടുണ്ട്. എപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ അപാരമായ സിദ്ധികളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സംസ്കൃതത്തിൽ എഴുതിയൊരു ഗാനം കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിലാണ്. ചഞ്ചല ചഞ്ചല നയനം ചന്ദ്രമനോഹര വദനം എന്നാണ് അത് തുടങ്ങുന്നത്. അത് ശ്രീ ഉമ്മർ വളരെ മനോഹരമായി ട്യൂൺ ചെയ്യുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ ലളിതമായ സംസ്കൃത ഭാഷയിലാണ് ഞാൻ എഴുതിയത്. ഏതൊരു മലയാളിക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ അദ്ദേഹം അത് ട്യൂൺ ചെയ്യുകയും ചെയ്തു. ആ കവിതയുടെ സംസ്കൃത ഗാനത്തിന്റെ ആത്മാവ് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു നല്ല സംഗീത സംവിധായകനായിരുന്നു. സർവോപരി നല്ല മനുഷ്യനുമായിരുന്നു അദ്ദേഹം. ചന്ദ്രമനോഹരവദനം മരാളഗമനം മാദക നടനം, മരാളഗമനം മാദക നടനം, മാനസമനുരാഗ സദനം, ചഞ്ചല ചഞ്ചല നയനം. 75 അവസാനിക്കുന്നത് പൂവച്ചൽ ഖാദറിനോടൊത്തുള്ള ഉത്സവം എന്ന ചിത്രത്തിലാണ്. ഇരുവരുടെയും സംഗീത ജീവിതത്തിൽ ഈ ചിത്രം നിർണായകമായ ഒരു വഴിത്തിരിവായി മാറി. സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ, കായലഴിച്ചിട്ട വാർമുടിപ്പീലിയിൽ സാഗരമുമ്മ വയ്ക്കുമ്പോൾ, സംഗീതമായി പ്രേമ സംഗീതമായി നിന്റെ മോഹങ്ങൾ എന്നിൽ നിറയ്ക്കൂ. പിന്നെ ഉമ്മുക്കായുമായി ധാരാളം പടം ചെയ്തിട്ടുണ്ട്. പൂവച്ചൽ ഖാദർ. അതായത് ഏറ്റവും കൂടുതൽ പടം ഒരുമിച്ച് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകരിൽ ഒന്ന് ശ്യാം, രണ്ടാമത്തെ സ്ഥാനം ഉമ്മുക്കായാണ്. വളരെ ഒരു ശാലീനത, അതായത് ഉമ്മുക്കായുടെയും എൻ്റെയും സംഗമത്തിന് ഒരു ശാലീനത എന്ന് പേരിടുന്നതായിരിക്കും ശരി. കാരണം പുള്ളി വളരെ നൈസ് ജെന്റിൽമാൻ. പിന്നെ ഇപ്പോൾ ബാബുക്കായുടെ കാര്യം പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ കമ്പോസിങ് രീതി ഒരു ഉത്സവ പ്രതീതിയാണെങ്കിൽ ഉമ്മുക്കാടത് വളരെ നിശബ്ദമായ ഒരു രീതിയാണ്. പുള്ളി പാടുന്നത് പോലും വളരെ പതുക്കെ ആണ്. നമ്മൾ വളരെ അടുത്ത് ഇരുന്നാൽ പുള്ളി പാടുന്നത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകതയാണ് ഉമ്മുക്കാടത്. പിന്നെ അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള വളരെ ലളിതമായ സംഗീത ശൈലിയാണ് ആയിരുന്നു ഉമ്മുക്കാടത്. സായുജ്യമായി ജന്മസാഫല്യമായി എന്റെ മാറിൽ കിടന്നു മയങ്ങൂ, മാറിൽ കിടന്നു മയങ്ങൂ. ഉത്സവം എന്ന ചിത്രത്തെ തുടർന്ന് IV ശശി എന്ന സംവിധായകൻ മലയാള സിനിമയിൽ മുൻനിരയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. IV ശശിയുടെ തുടർന്നു വന്ന ഏതാണ്ട് മിക്ക ചിത്രങ്ങളിലും സംഗീതമൊരുക്കിയത് A.T. ഉമ്മറായിരുന്നു. അനുഭവം എന്ന ചിത്രത്തിലെ പ്രശസ്ത ഗാനം. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരിത്തരിശിച്ച
IV ശശി, ബിച്ചു തിരുമല, AT ഉമ്മർ എന്ന കൂട്ടുകെട്ട് ഒട്ടേറെ ഗാനങ്ങൾക്ക് പിറവി നൽകി. ഏറ്റവും ഉമ്മറുമായിട്ടുള്ളതിൽ ഇപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് നീലജലാശയത്തിൽ അത് ബിച്ചു തിരുമല അംഗീകാരം എന്നുള്ള പടത്തിൻ്റെ ഇപ്പോൾ നീലജലാശയത്തിൽ അന്ന് ഏറ്റവും ഉമ്മർ അവിടെ ഏറ്റവും ഉമ്മർ മത്സരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് ഇവിടുന്ന് എഴുതി അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ റെക്കോർഡിംഗ് സമയത്ത് ഞാൻ അവിടെ എത്തി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പൂളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. പാട്ട് നീലജലാശയത്തിൽ തുടക്കം. ആ പാട്ടിനുള്ള പ്രത്യേകത അന്ന് ട്രാക്ക് സിസ്റ്റമുള്ള സമയം അത്. അപ്പോൾ യേശുദാസ് എനിക്ക് സാധാരണ ഞാൻ ട്രാക്ക് എടുക്കലില്ല, എല്ലാം നേരെ സ്ട്രെയിറ്റായിട്ട് വന്ന് പാടും. അത് യേശുദാസ് അതുകൊണ്ട് എന്തുണ്ടെങ്കിലും സ്ട്രെയിറ്റായിട്ട് വന്ന് പാടും. അപ്പോൾ അങ്ങനെ യേശുവിന് പല സ്ഥലത്തും 10-12 പാട്ട് പാടേണ്ടി വന്നു ഒരേ ദിവസം. 14ാമത്തെ പാട്ടാണ് ഈ പാട്ട് ഭരണിയിലാണ് എടുത്തത്, നീലജലാശയത്തിൽ. ഈ 14ാമത്തെ പാട്ട് വന്ന് പാടുമ്പോൾ അവിടെയുള്ള പ്രൊഡ്യൂസർക്കും എനിക്കും എഞ്ചിനീയർക്കും എല്ലാം ഒരു 14ാമത്തെ പാട്ടാകുമ്പോൾ വോയിസ് അങ്ങനെ ഉണ്ടാവും. റെക്കോർഡിങ് മൈക്കിലേക്ക് കൂടി വരുന്നേരം യേശുവിൻ്റെ വോയിസ് സാധാരണയിലും ഏറ്റവും നല്ല അത്രക്ക് നന്നായിട്ട് പാടിയ പാട്ടാണ്. ഹംസങ്ങൾ സ്വപ്നങ്ങളായി 1000 അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ. 1976 ആലിംഗനം എന്ന ചിത്രം. ഈ ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് സംസ്ഥാന പുരസ്കാരം AT ഉമ്മറിനെ തേടിയെത്തി. S ജാനകിക്ക് ഗായികയ്ക്കുള്ള പുരസ്കാരവും ഈ ഗാനം നേടിക്കൊടുത്തു. രാജേഷ് പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട മിക്ക ചിത്രങ്ങളുടെയും സംഗീത സംവിധായകൻ AT ഉമ്മറായിരുന്നു. 70കളിൽ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഹരമായ മാറിയ ഒരു പാട്ടുണ്ടായിരുന്നു, പൊട്ടിക്കരഞ്ഞു കൊണ്ടൻ ഓമൽ. തുടക്കം അതാണ് പാട്ടിൻ്റെ. ആ പാട്ട് അഭിമാനം എന്ന പടത്തിലാണ്. അതിൻ്റെ ഡയറക്ടർ ശശികുമാറാണ്. ആ പാട്ട് എനിക്കും യേശുദാസ് പാടിയിട്ട് വന്ന അത് ആ റെക്കോർഡിങ്ങിന് അത് നമ്മൾ കേൾക്കുന്ന വേണം. അത് റെക്കോർഡിങ്ങിനുള്ള എഫക്റ്റ് പിന്നെ കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. വാണി ജയറാം. ഉമ്മർ സാറിന്റെ എത്രയോ പാട്ടുകൾ പാടി. നിമിഷങ്ങൾ പോലും വാചാലനാന നീ മായല്ലേ സാറ് കൂടെ എത്രയോ പാട്ടുകൾ പാടി. വെരി സോഫ്റ്റ് മ്യൂസിക് ഡയറക്ടർ.
അനുസ്മരണങ്ങളിലൂടെ തെളിഞ്ഞുവരുന്നത് സംഗീത സ്നേഹിയായ ഒരു പാവം പിടിച്ച സംഗീത സംവിധായകന്റെ ചിത്രമാണ്. മറ്റ് പല സംഗീത സംവിധായകരെയും പോലെ കർക്കശ സ്വഭാവം വെച്ചു പുലർത്തുന്ന ഒരാളായിരുന്നില്ല ഉമ്മർ. സംഗീത നിർവഹണ ഘട്ടത്തിലടക്കം നിരവധി വിട്ടുവീഴ്ചകൾക്ക് വിധേയനായ ഒരു സംഗീത സംവിധായകൻ. മറ്റൊരാളെ മുഷിപ്പിക്കുക എന്നത് എ.ടി. ഉമ്മറിന് ചിന്തിക്കാൻ പോലുമാകാത്ത ഒരു കാര്യമായിരുന്നു. ജന്മസിദ്ധമായ ഈ സ്വഭാവവിശേഷം എ.ടി. ഉമ്മറിന്റെ സംഗീത ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് സൃഷ്ടിച്ചത്. 200-ലേറെ ചിത്രങ്ങൾക്ക് വേണ്ടി സംഗീതം പകർന്ന എ.ടി. ഉമ്മറിന്റെ ഗാനങ്ങളിൽ പാതിയിലേറെയും പതിരായിപ്പോയത് ഈ അയഞ്ഞ മൃദു സമീപനം കൊണ്ടാണ് എന്ന് സഹപ്രവർത്തകർ രേഖപ്പെടുത്തുന്നുണ്ട്. എ.ടി. ഉമ്മറിന് സംഗീതത്തെക്കാൾ പ്രധാനം സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെയായിരുന്നു. ആരെയെങ്കിലും വേദനിപ്പിച്ച് തൻ്റേതായി ഒരു സംഗീത സാമ്രാജ്യം തീർക്കണം എന്ന വാശിയൊന്നും ഉമ്മറിനുണ്ടായിരുന്നില്ല. ഈ സ്വഭാവഘടന ഉണ്ടായിരുന്നിട്ടും ഒട്ടേറെ നല്ല ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ ഉമ്മറിനായിട്ടുണ്ട്. ഒതുക്കവും ലാളിത്യവും മുഖമുദ്രയാക്കിയ ഭാവസുന്ദര ഗാനങ്ങൾ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചെയ്യുന്നതും അങ്ങനെ എന്തെങ്കിലും ഒന്ന് ബേസ് ചെയ്ത് ഏതെങ്കിലും രാഗം അല്ലെ വേറെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ചെയ്തിട്ടുള്ളതും അങ്ങനെ. അതങ്ങനെ അനുകരിക്കാത്ത ആരും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മധുര സംഗീതത്തിൻ ലഹരിയാലേ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നു പോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. കണ്ണൂരിലെ അറിയപ്പെടുന്ന ആ പഴയ ഫുട്ബോളറെ കണ്ണൂരും കാലവും മറന്നിട്ടുണ്ടാകാം. പക്ഷേ ഫുട്ബോളിനെ കൈവിട്ട് സംഗീതരംഗത്തെത്തി തനത് മുദ്രകൾ ചാർത്തിയ ഈ പാവം പിടിച്ച സംഗീത സംവിധായകനെ മലയാളത്തിനും മലയാളിക്കും മറക്കാനാവില്ല തന്നെ. ചമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണവനു നൽകി. എ.ടി. ഉമ്മറിന്റെ സംഗീത ജീവിതം, എ.ടി. ഉമ്മറിന്റെ ഗാനങ്ങൾ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.